വിടുതൽ അനുഭവിച്ചവർക്ക് ആരാധനയ്ക്ക് ഇങ്ങനെ അളവ് വെക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണല്ലോ പത്രോസ് ചാടാതിരുന്നിട്ടും യോഹന്നാൻ ചാടാതിരുന്നിട്ടും ആ മുടന്തൻ ചാടിയത്. ബ്രദറെ, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അത് വേണമെങ്കിൽ അവർക്ക് പറയാം, ശരിയാണ്, പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സിസ്റ്റമല്ല, ഞങ്ങളുടെ ആരാധന ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിലക്കാൻ ശ്രമിച്ചാലും ആ മുടന്തൻ ചാടും. അതുകൊണ്ട് ചിലരെ ശ്രദ്ധിച്ചിട്ട് ആരോ വിലക്കി വിട്ടതുപോലെ തോന്നുകയാണ്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ ചിന്തിച്ചൊരു കാര്യം, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ച നോഹയെ കൊണ്ട് പെട്ടകം പണിതു, അല്ലേ? പെട്ടകം പണിതു. ശലോമോനെ കൊണ്ട് ആലയം പണിതു. ബെസലേലിനെയും ഒഹോലിയാബിനെയും കൊണ്ട് സമാഗമന കൂടാരം പണിതു. ബൈബിളിലെ പ്രധാനപ്പെട്ട പണിമേഖലകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ ഓരോരുത്തരേറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. നോഹ പെട്ടകം പണിതു, ബെസലേലും ഒഹോലിയാബ് സമാഗമന കൂടാരം പണിതു, ശലോമോൻ ദൈവാലയം പണിതു. പക്ഷേ ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്കേറെ ആവേശം തോന്നിയത് ഇന്നലെ രാത്രി ഞാൻ ചിന്തിച്ചപ്പോ, സഭയുടെ പണി മാത്രം കർത്താവ് ആരെ ഏൽപ്പിച്ചില്ല. ഞാൻ എന്റെ സഭയെ പണിയും. പ്രിയരെ, അതുകൊണ്ടാണ് മുടിഞ്ഞു പോകാതെ നാം ഈ 2025 പ്രവേശിച്ചത്. പാതാള ഗോപുരങ്ങൾ, തന്ത്രങ്ങൾ പലത് പയറ്റിയെങ്കിലും നമ്മെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരു പുതുവർഷം കാണുവാൻ ആയുസ്സിനെ ദീർഘമാക്കി തന്ന ദൈവത്തിന് പതിഞ്ഞ സ്വരത്തിലല്ല, അളവ് വച്ചല്ല, ആരോഗ്യം ഉപയോഗിച്ചും ശബ്ദമുപയോഗിച്ചും മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ആമേൻ, കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ആ വചനം ധ്യാനിക്കാൻ കാര്യം, സഭയെക്കുറിച്ച് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. സഭയെ ദൈവം വളർത്തി, അതിൽ അഭിമാനിക്കുന്നു ഒക്കെ, പക്ഷേ ഭയങ്കര ടെൻഷൻ. സഭ അപ്പൊ ഞാൻ ഈ ചിന്ത വന്നപ്പോ, സഭയുടെ പണി കർത്താവ് ചെയ്യുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഈ പരവേശം കാണിക്കുന്നു? ആമേൻ. നമ്മുടെ സഭകളെയും സെന്ററിനെയും കർത്താവ് 2025 പണിയട്ടെ. വലിയ വിശാലത ദൈവം നമുക്ക് തരട്ടെ. എൻ്റെ മുൻപിലുള്ള സമയപരിധിയിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദമായി വിശകലനം ചെയ്യാനോ വിശദീകരിക്കാനോ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും വന്നു ചേർന്ന ദൈവമക്കളോട് ദൈവാത്മാവിന് പറയാനുള്ള ദൂത് കൈമാറാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ാമത്തെ വാക്യവും 41 മുതൽ 43 വരെയുള്ള വാക്യവും ആദ്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35-ഉം 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങളും. രണ്ടാമത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങളും. നാൽപ്പത്തിയൊന്ന് മുതൽ
വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ, ഇവിടെ കർത്താവിന്റെ ദാസൻ മൈക്കിലൂടെ വായിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാക്കത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. മതി. പ്രൈസ് ലോർഡ്. നമുക്ക് ശാന്തമായി ഈ ദൈവവചന ഭാഗം ഒന്ന് ധ്യാനിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യവും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ച വാക്യങ്ങളും ചേർത്തു വെച്ച് ഒരു തലവാചകം ഈ സന്ദേശത്തിന് നൽകാൻ ശ്രമിച്ചാൽ എല്ലാവരുടെയും ഹൃദയത്തിൽ മനസ്സിൽ ഓർമ്മിക്കത്തക്ക നിലയിൽ പറഞ്ഞാൽ, അന്ധനായ പുരുഷനും അന്ധയായ കാന്തയും എന്ന് ഈ സന്ദേശത്തിന് പേരിടാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അന്ധനായ പുരുഷനും അന്ധയായ കാന്തയും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈ കുരുടന് പുറമേയുള്ള കണ്ണിനാണ് അന്ധത, അല്ലേ? അതെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്യ സഭയെ കർത്താവ് അഡ്രസ് ചെയ്യുമ്പോൾ ഇടയ്ക്കുള്ളതെല്ലാം ഞാൻ വിടുന്നു. ആ സഭയെ കുറിച്ച് പറഞ്ഞത്, നീ കുരുടൻ എന്ന് അറിയാതിരിക്കരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് ഈ സന്ദേശത്തിന് കൊടുക്കാൻ എനിക്ക് നിയോഗമുണ്ടായത്. അപ്പോ ഒരു പ്രാദേശിക സഭയെ കുരുടൻ എന്ന് നമ്മുടെ കർത്താവ് വിളിച്ചു. അപ്പോ അന്ധയായ മണവാട്ടിയെന്നോ അന്ധയായ കാന്തയെന്നോ, പൗലോസ്ലീഹായുടെ ഭാഷ്യമനുസരിച്ച് അന്ധയായ നിർമ്മല കന്യകയെന്നോ ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ഈ വാചകത്തെ നമുക്ക് വിവക്ഷിക്കാൻ കഴിയും. എനിക്ക് ആ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുവാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും സമയപരിധിയിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഹെഡിങ് എല്ലാവരുടെയും മനസ്സിലൊന്ന് നിൽക്കട്ടെ. അന്ധനായ പുരുഷനും അന്ധയായ കാന്തയും. അപ്പൊ രണ്ട് അന്ധതയാണ്, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷത്തിലെ അന്ധത ശരീരത്തിലെ അന്ധതയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ അന്ധത അകക്കണ്ണിന്റെ അന്ധതയാണ്, ആത്മാവിന്റെ അന്ധതയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടു മേഖലകളിലാണ് വിടുതൽ വേണ്ടത്. രണ്ടു മേഖലകളിൽ വിടുതലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു വാക്ക് നന്ദി പറയട്ടെ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് വിടുവിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ്. 5 മാസം മുൻപ് അല്പ ക്രിട്ടിക്കലായി എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം എന്നെ വന്ന് കണ്ടു.
നമ്മൾ ഈ അവസാനമായിട്ട് ആളുകൾ പോയി കാണത്തില്ലേ, ഇപ്പൊ ഒന്ന് പോയി കാണുന്നത് നല്ലതാണെന്ന് പറയത്തില്ലേ, അങ്ങനെ എന്നെ വന്ന് കണ്ടു. അതിൽ ഞങ്ങൾ നിന്റെ ഹിതത്തിനായി ഏൽപ്പിക്കുന്നു. ദയവ് ചെയ്ത് അങ്ങനെയൊന്നുമുള്ള വാചകം ഈ സുഖമില്ലാതെ കിടക്കുന്നവരുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കരുത്. വെളിവും വെള്ളിയാഴ്ച ഇല്ലെങ്കിൽ വീട്ടിലെങ്ങാനും ഇരിക്കണം. ഇടം മരണകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? കിടത്തി അധികം കഷ്ടം. ഞാൻ കാരണവരെ കാണാനിരിക്കുക, സമയമില്ല, കുറച്ച് വണ്ടി ഓടിച്ചു പോകണം. കാരണം വീട്ടിൽ വരുത്തി അദ്ദേഹത്തെ തിരുത്തുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ദൈവഹിതത്തിനായി ഒന്ന് ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞത്, അങ്ങനെയായിരുന്നു 4-5 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ശരീരസ്ഥിതി. ദിവസങ്ങളോളം ICUവിൽ കിടന്നു. പക്ഷേ ഇന്ന് പകലിൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോ സഭായോഗത്തിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഞാനൊരു ജീവിക്കുന്ന സാക്ഷിയാണ്. ആമേൻ. മരണമണി ഒരുപക്ഷെ മുഴങ്ങുന്നത് കേട്ട് കാണും. പെട്ടി വാങ്ങുന്ന കാര്യം സഹപ്രവർത്തകരോ കുടുംബാംഗങ്ങളോ ചിന്തിച്ചു കാണും. ശുശ്രൂഷയുടെ ക്രമവും ക്രമീകരണവും ആളുകൾ പുറത്തു പറയാതെ മനസ്സിൽ ചെയ്തു കാണും. എന്നാൽ മരണസമയം നിശ്ചയിക്കുന്നത് വൈദ്യശാസ്ത്രമല്ല. ആമേൻ. ഇന്ന് പകലിൽ വിടുവിക്കുന്ന വലങ്കരം ഈ ആരാധന മധ്യേ ചലിക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ചലിക്കുന്ന കർത്താവിന്റെ കരം ഇതിനകത്തൊന്ന് വ്യാപരിച്ചാൽ ആമേൻ, നമുക്ക് വിടുതലോടെ കടന്നു പോകുവാൻ കഴിയും. അപ്പോ ശരീരത്തിലെ അന്ധത, ആത്മാവിലെ അന്ധത. ഒന്നുകൂടെ പറഞ്ഞാൽ ശാരീരിക വിടുതൽ, ആത്മീയ വിടുതൽ. അങ്ങനെയാണ് ആ സന്ദേശത്തെ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരുവാൻ കഴിയുന്നത്. അപ്പൊ ഈ 2 കുറിവാക്യങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന പ്രധാനപ്പെട്ട ആത്മീകോത്തേജനപ്രദമായ ആശയം എന്ന് പറയുന്നത്, ശരീരത്തിനും വിടുതലുണ്ട്, ആത്മാവിനും വിടുതലുണ്ട്. നമ്മുടെ കർത്താവ് വിടുവിക്കുന്നവനാണ്. എനിക്ക് തോന്നുന്നു ഈ 2 ചിന്തകൾ, ശാരീരിക വിടുതലും ആത്മീയ വിടുതലും ഒന്നിച്ചവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ നിയമഭാഗം തിരുവെഴുത്തിലുണ്ട്. അത് ദൈവമക്കൾക്ക് അറിയാം, വായിപ്പിക്കാൻ സമയമെടുക്കുന്നില്ല. ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് തിക്കിത്തിരക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുരുഷാരത്തിന് വേണ്ടത് വചനമാണ്. വചനം ആത്മാവിന്റെ ഭക്ഷണമാണ്. അപ്പോൾ പുരുഷാരത്തിന് വേണ്ടത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ആത്മാവുമായി ബന്ധപ്പെട്ട വിടുതലാണ്, ആത്മീയ വിടുതലാണ്. ഇനി രണ്ടാമത്തെ കൂട്ടര് പത്രോസും സഹപ്രവർത്തകരും വല കഴുകുകയായിരുന്നു. രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ പത്രോസിനും സഹപ്രവർത്തകർക്കും വേണ്ടത് വചനമല്ല. കാരണം വചനത്തിനായി തിക്കിത്തിരക്കുന്നവരുടെ കൂട്ടത്തിൽ ശിമോൻ പത്രോസിനെയും സഹപ്രവർത്തകരെയും അവതരിപ്പിച്ചിട്ടില്ല. യേശുവിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ 2 ഗ്രൂപ്പിനെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 2ആയി തന്നെയാണ് ദൈവാത്മാവ് അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര മനോഹരമാണ് ആ പഠനം. അപ്പോ മീൻ ശരീരത്തിന്റെ ഭക്ഷണമാണ്. പത്രോസിനും സഹപ്രവർത്തകർക്കും വേണ്ടത് മീനാണ്. അത് ശരീരത്തിന്റെ ഭക്ഷണമാണ്, ശരീരവുമായി ബന്ധപ്പെട്ടതാണ്, ശാരീരിക വിടുതലാണ്. നിങ്ങൾ ആ 5-ാം അധ്യായം പഠിച്ചു നോക്കിക്കേ. വചനം വേണ്ടവർക്ക് യേശു പത്രോസിന്റെ പടകിലിരുന്ന് വചനത്തിന്റെ ഭക്ഷണം വിളമ്പി. മീൻ വേണ്ടവർക്ക് യേശുവിന്റെ വാക്കിനാൽ
വല കീറാറാകോളം കർത്താവ് മീനും നൽകി. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ആരാണ്? ആത്മീക വിടുതലും ശാരീരിക വിടുതലും ഒന്നിച്ച് കൈമാറാൻ കരുത്തുള്ള കഴിവുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു ലീഡർ ഉണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ, ഒരു ശക്തനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ഇന്ന് പകലിൽ ആത്മമണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും ഒരു വിടുതൽ പ്രതീക്ഷിച്ചാണ് ഈ സഭായോഗത്തിൽ വന്നതെങ്കിൽ എനിക്കറിയാം. ഞാൻ ഒരു വാചകം പറയട്ടെ. നമ്മുടെയൊന്നും വീട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഇവിടുത്തെ ഉച്ചക്കത്തെ ഒരു നേരം കഴിക്കുന്നത്. ഈ ഉച്ചവരെ ഇവിടെ ഇരുന്നിട്ട് വിശന്നൊട്ടിയ വയറുമായി പോകാതിരിക്കാൻ സംഘാടകർ നമുക്ക് നല്ല ഭോജനം നൽകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മൈലുകൾ യാത്ര ചെയ്ത് വിശുദ്ധന്മാർ ഇവിടെ വന്നത് ഉച്ചയ്ക്കൊരു നേരം ആഹാരം കഴിക്കാനല്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഇറങ്ങി നിൽക്കുന്ന ആരാധനാ യോഗത്തിൽ എന്റെ ശരീരത്തിൽ ഒരു വിടുതൽ നൽകാൻ, എന്റെ ആത്മീയ മേഖലയിൽ ഒരു വിടുതൽ നൽകാൻ കഴിവുള്ള ഒരു കർത്താവ് എനിക്കുണ്ട് എന്ന ഉറപ്പുള്ളത്തിൽ വെച്ചുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആത്മനിയോഗത്താൽ പറയട്ടെ, ഞാൻ ഈ വചനം പങ്കുവെക്കുമ്പോ ഇത് നിങ്ങളോട് മാത്രമുള്ള സന്ദേശമല്ല. ആമേൻ. ഇത് എന്നോടും കൂടെയുള്ള സന്ദേശമാണ്. ഇവിടെ ഏതോ ദൈവദാസന്മാര് പറഞ്ഞതുപോലെ ഒരഭിഷക്തന്മാരും കൈ വെക്കാതെ ഈ വചനം ഇവിടെ വിഭജിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയുകയാണ്. ഒരഭിഷക്തന്മാര് കൈവെക്കാതെ ഈ വചനം ഇവിടെ വിഭജിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെ മേഖലകളിലാണോ ഒരു വിടുതൽ ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടേണ്ടത്, അത് നൽകാൻ കർത്താവ് ശക്തനാണ്. അങ്ങനെ ഒരു വിടുതൽ പ്രതീക്ഷിച്ചാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ അധരമടക്കി അനങ്ങാതിരിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ഇവിടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ, ആമേൻ, മത്തായി ശാമുവേൽ ഓർപ്പിച്ചതുപോലെ, ആർപ്പിട്ട ജനത്തിന്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ വാ തുറന്ന ജനത്തിന്റെ മുൻപിൽ തടസ്സമായി നിന്ന മതിൽ ഇടിഞ്ഞു മാറിയെങ്കിൽ ഇന്ന് പകലിൽ അധരം തുറക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. പോരാ പോരാ പോരാ, ലിമിറ്റ് വെക്കണ്ട, പരിധി വെക്കണ്ട. ക്ഷീണം മറന്ന്, തളർച്ച മറന്ന്, രോഗത്തിന്റെ ബലഹീനത മറന്ന് അധരം തുറന്ന് ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പോകുകയാണ് ഈ കുറിവാക്യങ്ങളിലെ ചിന്താധാര. ഇത് മത്തായിയും മർക്കോസും പറയുന്നത്, അവരെ എരിഹോവിൽ നിന്ന് യേശു പുറപ്പെടുമ്പോൾ കുരുടന് സൗഖ്യം നൽകിയ കഥയാ പറയാം. എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടിൽ ചെന്നിട്ട്. എന്നാൽ ലൂക്കോസ് പറയുന്നത് അവൻ എരിഹോവിന് അടുത്തപ്പോൾ. ഈ പദപ്രയോഗങ്ങളിലെ വ്യത്യാസം ട്രാൻസ്ലേഷന്റെ പിശകല്ല, അത് വാസ്തവം തന്നെയാണ്. അതെങ്ങനെ വാസ്തവമാകും? എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്ന് മത്തായി മർക്കോസും പറയുന്നു. എരിഹോവിനോട് അടുത്തപ്പോൾ എന്ന് ലൂക്കോസ് പറയുന്നു. ഇത് തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ട് പോലെ തോന്നുമെങ്കിലും എരിഹോ യോശുവയുടെ കാലത്ത് ശപിക്കപ്പെട്ട പട്ടണമായിരുന്നു, നമുക്കതറിയാം. പിൽക്കാലത്ത് ഭാഗികമായി ആ എരിഹോ പണിയപ്പെട്ടു, ഭാഗികമായി പണിയപ്പെട്ടു. യേശുവിൻ്റെ കാലത്ത് ഭരണാധികാരിയായിരുന്ന ഹെരോദാവ് ഈ ഭാഗികമായി പണിയപ്പെട്ട എരിഹോവിൽ നിന്ന് കുറെ അകലെയായി ഒരു പുതിയ എരിഹോ പട്ടണം പണിതു. ചരിത്രത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ
ഹെരോദാവ് പണിത എരിഹോ, മറ്റേത് യോശുവയുടെ കാലത്തുണ്ടായിരുന്ന ശപിക്കപ്പെട്ട എരിഹോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ, അഥവാ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഈ പദപ്രയോഗങ്ങളിലെ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പഴയ എരീഹോവിൽ നിന്ന് ഭാഗികമായി പണിയപ്പെട്ട പഴയ എരീഹോവിൽ നിന്ന് പുറപ്പെട്ട് ഹെരോദാവ് പണി കഴിപ്പിച്ച പുതിയ എരീഹോവിനോടടുത്തപ്പോൾ എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ ആ പദപ്രയോഗങ്ങളിലെ വ്യത്യാസം എന്ന വിഷയം പരിഹരിക്കപ്പെടുന്നു. അപ്പോ പഴയ എരീഹോവിൽ നിന്ന് യേശു പുറപ്പെട്ട്, അഥവാ ഭാഗികമായി പണിയപ്പെട്ട പഴയ എരീഹോവിൽ നിന്ന് പുറപ്പെട്ട് പുതിയ ഹെരോദാവ് പണി കഴിപ്പിച്ച പുതിയ എരീഹോവിനോട് അടുത്തപ്പോൾ ആണ് ഈ കുരുടന്മാരുടെ സൗഖ്യം, വിടുതൽ നടക്കുന്നത്. ഞാൻ ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഈ കുരുടന്റെ സൗഖ്യം പഠിക്കുമ്പോൾ യെരുശലേമിലെ കുരുടനെന്നും ബത്സയിദയിലെ കുരുടനെന്നും എരീഹോവിലെ കുരുടനെന്നുമൊക്കെ തരം തിരിച്ച് പഠിക്കാനായിട്ട് കഴിയും. പക്ഷെ എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറയുക, ഈ വിഷയം പഠിച്ചപ്പോൾ ലേവ്യ പുസ്തകം 22-ാം അധ്യായം 21-ഉം 22-ും അധ്യായം പഠിക്കുമ്പോൾ ഈ കുരുടനും മുടന്തനും തുടങ്ങിയ അംഗവൈകല്യമുള്ള ആളുകൾ ഭോജനയാഗം കഴിക്കരുതെന്നൊരു നിയമം ഇസ്രായേലിൽ നിലനിന്നിരുന്നു. അതൊരു വിഷമം തോന്നി. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ അതിൻ്റെ വേദശാസ്ത്രപരമായ ഉത്തരം എന്നോട് ചോദിക്കരുത്. എനിക്ക് സങ്കടമുണ്ടെന്നാണ് പറഞ്ഞത്. അന്നും സങ്കടമുണ്ട്, ഇന്നും സങ്കടമുണ്ട്. കുരുടനോട് ഭോജനയാഗം കഴിക്കരുത് എന്ന് നിയമം നിഷ്കർഷിക്കുന്നു. കുരുടനോട് പറയുകയാണ്. അത് ആ വാക്യം ഒന്ന് ദേവദാസനെ. അംഗഹീനനായ വിഷമം പോയത് എങ്ങനെയാന്ന് ഞാൻ പറയാം. അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാകൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പുക്കണൻ, ചൊറിയൻ. മതി. എന്റെ വിഷമം തീർന്നത് ഈ അന്ധൻ ആരാധിക്കരുത്, ഭോജനയാഗത്തിന് എന്നോട് അടുത്ത് വരുതരുതെന്ന് മാത്രം വായിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നിയെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ആശ്വാസം തോന്നി. വേറൊരു ഗ്രൂപ്പിനെ പ്രത്യേകം പരിചയപ്പെടുത്തിയിരിക്കണം. ആരാണ് അവര്? എന്നെ പറയാൻ പേടിക്കുന്നു. ചൊറിയൻ ഉണ്ടോ നമ്മുടെ ഇടയിൽ? ചിലർ മാസയോഗത്തിന് ഇരുന്ന് ചൊറിഞ്ഞു കളയും. ആരും പ്രതികരിച്ചില്ല. ചിലർക്ക് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം സഭായോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും കമ്മിറ്റിയിൽ പങ്കെടുക്കണം. ബ്രദർ, ചിലർ വിളിച്ചു പറയും, ബ്രദർ ഇന്ന് കമ്മിറ്റി ഉണ്ട്, മറക്കരുത്, വടയും ചായ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എന്താ അവിടെ എന്ത് ഗുണം വരുന്ന കാര്യം അവിടെ ചർച്ച ചെയ്യുന്നത്? വീട്ടിൽ പോലും വലിയ വില പിള്ളേരും വീട്ടുകാരെയും കൊടുക്കാത്ത ചിലര് അവരുടെ തിണ്ണമിടുക്ക് കാണിക്കുന്നത് ഹല്ലേലൂയ കമ്മിറ്റിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, ദൈവസഭയുടെ ആത്മീക വർധനവിന് ഉതകാത്ത ഒരു ആലോചനാ യോഗവും നമുക്കിടയിൽ പാടില്ല. ഇവിടെ ഏതെങ്കിലും സഭ, നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ലോക്കൽ ചർച്ചിൽ കമ്മിറ്റി ഉണ്ട് സഭായോഗാനന്തരം. അപ്പൊ പാസ്റ്റർ അനൗൺസ് ചെയ്തേ പറ്റുള്ളല്ലോ. ഇന്ന് സഭായോഗം നേരത്തെ നിർത്തുന്നതാണ്, കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ യോഗത്തിനിരുന്ന് ഉറങ്ങിയ, കൈയടിക്കാത്ത, കണ്ണടയ്ക്കാത്ത, പാട്ടുപാടാത്ത, കൈയടിയിലും ആരാധനയിലും റിട്ടയർമെന്റ് എടുത്ത ചിലരാണ് ഇതിനകത്തിരിക്കുന്നത്. ചിലരെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞില്ല.
എന്താണെന്നറിയോ കമ്മിറ്റിയുടെ സബ്ജക്റ്റ്, കമ്മിറ്റിയുടെ ആലോചന വിഷയം? പാഴ്സനേജിന്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഓല അത് വെട്ടണോ വേണ്ടായോ? എങ്ങനെയുണ്ട്? വേറെ ഒരു പണിയില്ല, വെട്ടണോ വേണ്ടായോ? അപ്പൊ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അപ്പൊ അജണ്ട വായിച്ച് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിനുവേണ്ടി ഫണ്ടിൽ നിന്നൊരു പൈസ പുള്ളി ഭയങ്കര ഫണ്ട് സ്നേഹിയാണ്, ഫണ്ടിൽ നിന്നൊരു എമൗണ്ട് കളയണ്ട. കാരണം തെങ്ങിന്റെ ഓല ഇന്നല്ലേ നാളെ പഴുക്കും, പഴുക്കുന്ന ഓല ഇന്നല്ലെങ്കിൽ നാളെ താഴെ വീഴും. അപ്പൊ ഫണ്ടിൽ നിന്ന് കാശ് ഇറക്കി വെട്ടണ്ട. ഇനി നമ്മുടെ ഇടയിൽ ഏകാഭിപ്രായത്തിൽ ഒരു പരിപാടി തീരുകയല്ലോ. അപ്പൊ അടുത്തയാൾ എഴുന്നേറ്റു. എന്തോ പറയണ്ടേ, ഏതെങ്കിലും ഒരു കുഞ്ചായൻ എന്ന് പറയാ അല്ലേ? കുഞ്ചാൻ എഴുന്നേറ്റു. കുഞ്ചായന്മാർ പണമൊന്നും ചെയ്തത്. നമ്മുടെ കുഞ്ഞുട്ടി സഹോദരൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഓല വെട്ടണം എന്ന് തന്നെയാണ്. ഫണ്ടിൽ നിന്ന് പൈസ പോകുന്നെങ്കിൽ ഇച്ചിരി പൈസ പോട്ടെ, ഫണ്ടിൽ പൈസ ഉണ്ടല്ലോ. അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം, പാസ്റ്ററുടെ ഭാര്യ മിറ്റം തൂക്കാൻ വരുന്ന സമയത്താണ് ഈ പഴുത്ത ഓല ദേഹത്തേക്ക് വീഴുന്നതെങ്കിൽ നമ്മുടെ ഫണ്ടിൽ നിന്ന് ഒരുപാട് പൈസ ചെലവാകും. അതുകൊണ്ട് അത് വെട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒടുവിൽ ഒരു ഏകാഭിപ്രായത്തിൽ എത്താതിരുന്നത് കൊണ്ട് കമ്മിറ്റി പിരിച്ചുവിട്ടു. എന്നിട്ട് ആ വരുന്ന വരവൊക്കെ എവിടെ പോയി? കമ്മിറ്റിയായിരുന്നു. ലജ്ജയില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. ആരാധനയിൽ കാണിക്കാത്ത ആവേശം, കൈയടിക്കാതെ, പാട്ടുപാടാതെ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാതെ, ദൈവസഭയുടെ വളർച്ചയ്ക്കോ ആത്മീക വർധനവിനോ ഉതകാത്തതൊന്നും ചർച്ച ചെയ്യാതെ ജനത്തെ ഇങ്ങനെ തരംതിരിക്കുന്ന അബദ്ധജടിലങ്ങളായ നടപടികൾ വിട്ടിട്ട് ദൈവസഭ ആത്മനിറവിന്റെ ആരാധനയിലേക്ക് മടങ്ങി വരണം. ആമേൻ. 2 പാട്ട് പാടണമെന്ന് എന്താ നിർബന്ധം? ആദ്യത്തെ നമ്മുടെ ആരാധന ആത്മാവേറ്റെടുക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് കഴിയട്ടെ. സ്തോത്രം. നമുക്ക് ഈ ഭാഗത്തിന്റെ അടുത്ത മേഖലയിലേക്ക് വരുമ്പോൾ കുരുടന്മാർ, അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിലൊരു ചിന്ത പറഞ്ഞ് ഞാൻ നിർത്തും. ഒടുവിലത്തെ ഭാഗത്തേക്ക് വരാൻ നമുക്ക് സമയമില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഈ കുരുടന്മാര് വന്നപ്പോ പുരുഷാരം അവരെ ശാസിച്ചെന്ന് മത്തായി പറയുന്നുണ്ട്. ഇവർ നിലവിളിച്ചു. ഈ എല്ലാ ഭാഗങ്ങളിലും നിലവിളിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പുരുഷാരം ശാസിച്ചു. മർക്കോസ് പറയുന്നത് കുരുടനെ പലർ ശാസിച്ചു. ലൂക്കോസ് പറയുന്നത് മുന്നടക്കുന്നവർ ശാസിച്ചു മിണ്ടാതിരിപ്പാൻ. ഞാൻ ചോദിക്കട്ടെ, ഇവൻ മിണ്ടിയാലേ ഇവന് വിടുതലുള്ളൂ. അപ്പം പിന്നെ വാ തുറക്കരുതെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് യേശുവിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിടുതലിനെ തടയുകയല്ലേ? ഞാനൊരു ദൂത് ഇവിടെ നിന്നുകൊണ്ട് പറയാം, വിടുതലിനെന്നും തടസ്സങ്ങളുണ്ട്. എന്നാൽ കർത്താവാണ് വിടുതൽ നൽകാൻ തീരുമാനിച്ചതെങ്കിൽ, നിശ്ചയിച്ചതെങ്കിൽ ആ തടസ്സങ്ങളൊന്നും വിടുതലിനെ ബാധിക്കത്തില്ല. ഇന്ന് പകലിൽ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ കണ്ട് മനസ്സ് വേദനിക്കുന്ന ദൈവപൈതലേ, ഇസ്രായേലിൽ ചെങ്കടൽ തടസ്സമായിരുന്നെങ്കിൽ ആ ചെങ്കടലിൽ ആ ദൈവം വഴി തുറന്നത്. യോർദാൻ കരകവിഞ്ഞൊഴുകിയെങ്കിൽ ആ യോർദാനിൽ ആ ദൈവം വഴി തുറന്നത്. അതുകൊണ്ട് ഒരു തടസ്സവും വാഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. മിണ്ടരുതെന്ന് പറയുന്ന, ശബ്ദമുണ്ടാക്കരുതെന്ന് പറയുന്ന, വാതുറക്കരുതെന്ന് പറയുന്ന, എന്ന് പറഞ്ഞാൽ നിന്നെ മൗനിയാക്കി കിടത്താനോ നിന്നെ അവശനാക്കി കിടത്താനോ ശ്രമിക്കുന്ന പോരിന്റെ മേൽ
ആമേൻ. മിണ്ടരുതെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ യേശു അവനെ വിളിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? തടസ്സങ്ങൾ കണ്ട് നമ്മൾ തകരണ്ട, തടസ്സങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. യേശുവിന്റെ യെരൂശലേം പ്രവേശനത്തിങ്കൽ നമുക്കറിയാം, മിണ്ടാതിരിപ്പാൻ പലരും അവിടെ ശാസിച്ചു. പക്ഷെ യേശു ഒന്ന് പറഞ്ഞ ശബ്ദം കുറയ്ക്കാൻ പറയും, ശബ്ദം കുറയ്ക്കേ. പക്ഷെ യേശു അതിന് നൽകുന്ന മറുപടി നമുക്കറിയാം, നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആർപ്പിന്റെ ശബ്ദം ഇഷ്ടമുള്ള ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും ഇന്ന് പകൽ ആരാധിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആർപ്പിന്റെ ശബ്ദം ഇഷ്ടമുള്ള ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. യേശു പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞ ഒരു പ്രവചന ദൂതാണ്. നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ മശിഹായിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ ജാതികൾ ആ അവസരം തട്ടിയെടുക്കുമെന്ന കർത്താവ് പറഞ്ഞത്. അതാണ് അതിന്റെ പ്രവചന ഭാഗം. എന്നാൽ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, ആരാധനയിൽ എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ മൗനമായിരുന്നാൽ, ആമേൻ, അങ്ങനെ ആരാധന പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ആധരം തുറന്നും ശബ്ദമുയർത്തിയും ആരാധിക്കുന്ന ആർപ്പിന്റെ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. സൗഖ്യമാക്കിയ വിധം അതുകൂടെ പറഞ്ഞു നിർത്താം. ഒരിടത്ത് എഴുതിയിരിക്കുന്നു കണ്ണ് തൊട്ടു, മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു കണ്ണിൽ തുപ്പി കൈവച്ചു, മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ 9 എഴുതിയിരിക്കുന്നു, അവൻ നിലത്ത് തുപ്പി, തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി കണ്ണിൽ പൂശി. ഇവർക്കെല്ലാവർക്കും വേണ്ടത് കാഴ്ചയാണ്, ശരീരത്തിലെ വിടുതലാണ്. പക്ഷെ യേശു ഉപയോഗിച്ച മാർഗങ്ങൾ പലതാണ്. ഞാൻ ഈ 2025 പ്രവേശിച്ച ദൈവമക്കളോടും എന്നോടും ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നത്, ഇതുവരെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചില മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ 2025 ദൈവം നമ്മെ നടത്തും. അഭിഷക്തന്മാരോട് ഞാൻ പറയുകയാണ്, അക്ഷരം കൊല്ലുന്ന അക്ഷരത്തിന്റെ പഴക്കത്തിലുള്ള ഒരു പരിചയത്തിന്റെ ശുശ്രൂഷയായിരിക്കില്ല ഈ 2025 ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരഗ്നിജ്വാലയുടെ ശുശ്രൂഷ. നമ്മുടെ അഭിഷക്തന്മാർ അഗ്നിജ്വാലയുടെ ശുശ്രൂഷയ്ക്കായി ഇന്ന് പകലിൽ പുതിയ നിയോഗം ഏറ്റെടുക്കും എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആമേൻ എന്ന് പറയാൻ. ആമേൻ. അതിൽ എനിക്ക് ഏറ്റവും പ്രിയമായി തോന്നിയ ഒരു വിധം മാത്രം ഓർപ്പിക്കട്ടെ. ഈ പിറവിയിലെ കുരുടനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത് നിലത്ത് തുപ്പി, തുപ്പലുകൊണ്ട് ചേറുണ്ടാക്കി കണ്ണിൽ പൂശി. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഞാനിന്ന് വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ദൈവദാസനെ കണ്ടു ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിലത്ത് കൂടെ തുപ്പിയാൽ എന്തായിരിക്കും എൻ്റെ മനോഭാവം? എനിക്ക് സങ്കടം തോന്നി. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്തോ, ഒരു പ്രാവശ്യത്തെ തുപ്പലും കൊണ്ടൊന്നും ഒരു കൈ മണ്ണ് കുഴയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ തുപ്പാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കാണണം. അത് എന്നാ തുപ്പലാകും? 2 കണ്ണിലും പൂശണമല്ലോ. അങ്ങനെയാണെങ്കിൽ മണ്ണ് കുഴയുന്നത് വരെ യേശു തുപ്പിക്കൊണ്ടേയിരുന്നു. അവൻ കണ്ണ് കാണാൻ വയ്യാത്തവനായത് ഭാഗ്യമായി. അന്തസ്സുള്ള സഹിക്കുവോ? ഇനി തുപ്പി മണ്ണ് കുഴച്ചു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ചിന്തിക്കണം. എന്നിട്ട് ഇവനോട് യേശു പറഞ്ഞത്, ശീലോഹാം കുളത്തിൽ പോയി. അപ്പൊ കുളവും വെള്ളവും അവിടെ ഉണ്ടല്ലോ. അതൊരു നല്ല ചിന്തയാ.
കുളവും വെള്ളവും അവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ തുപ്പിക്കുളയ്ക്കുന്നത്? എന്നോട് ചോദിക്കരുത്, എനിക്കും അറിയത്തില്ല, എൻ്റെ ഉത്തരം എനിക്കറിയത്തില്ല. പക്ഷെ അതിനകത്ത് ഒരു ദൂത് ഞാൻ പറയാം. ചില വിടുതൽ ചിലർക്ക് കർത്താവ് കൈമാറുമ്പോ നിലവിലുള്ള സാധ്യതകൾ കർത്താവ് ഉപയോഗിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിലവിലുള്ള സാധ്യതകൾ. ഇപ്പൊ കുളവും വെള്ളവും അവിടെ ഉണ്ടായിട്ടും ആ വെള്ളം ഉപയോഗിച്ചില്ലല്ലോ യേശു. അപ്പൊ നിലവിലുള്ള സാധ്യത ഉപയോഗിക്കാതെ ഒരസാധാരണ മാർഗം ഇവന്റെ വിടുതലിന് കർത്താവ് ഉപയോഗിക്കുകയാണ്. വല്ല മനസ്സിലാകുന്നുണ്ടോ? അയ്യോ, ഈ ദൂതൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുത്താമേൻ പറയണം. കാരണം എനിക്ക് വേണ്ടി ഒരസാധാരണ മാർഗം. നിലവിലുള്ള സിസ്റ്റം ഉപയോഗിക്കാത്ത കർത്താവിനെ പരിചയപ്പെടുത്താൻ വക നൽകുന്ന വാക്യങ്ങളുണ്ട് തിരുവെഴുത്തിൽ, ഇല്ലേ? ഈ 38 വർഷം കുളക്കരയിൽ കിടന്ന രോഗിയുടെ സൗഖ്യം പഠിക്കുമ്പോ നിലവിലുള്ള സിസ്റ്റം എന്താ? ദൂതൻ വന്ന് കുളം കലക്കും, കുളത്തിൽ ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം. അതാണ് സിസ്റ്റം. എന്നാൽ ദൂതൻ തിരിഞ്ഞു നോക്കാത്ത, ഇവനോടൊപ്പം അവിടെ കഴിഞ്ഞവർ അണിവിരലുകൊണ്ടുപോലും സഹായിക്കാത്ത ഒരു മനുഷ്യനാ അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി വരുവാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൂതൻ എന്തായാലും വെള്ളം കലക്കാൻ വരുന്നുണ്ടല്ലോ. ഈ കിടപ്പ് കിടന്നിട്ട് എത്ര നാളായി? ദൂതനൊന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നില്ലേ ഇവനെ എന്ന് ചിന്തിച്ചു പോയാൽ അത് തെറ്റല്ല. എന്നാൽ ഞാൻ അതിനകത്തെ ദൂത് പറയാം. ചില വിടുതലുകൾ അവൻ ദൂതനെ അയച്ചല്ല കൈമാറുന്നത്, നേരിട്ട ഈ 2025 ഒരു പകരക്കാരനെ വിട്ടല്ല. അവൻ ഗ്ലോറി 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 ഒരു പകരക്കാരനെ വിട്ടല്ല എന്റെ വിടുതൽ കർത്താവ് കൈമാറാൻ പോകുന്നത്. അവൻ നേരിട്ടാണ്. ഗ്ലോറി ഹല്ലേലൂയ ആമേൻ. അത് ഇതിനകത്ത് സംഭവിക്കട്ടെ പ്രിയരെ, ഈ യോഗ സ്ഥലത്ത് അത് സംഭവിക്കട്ടെ. എല്ലാവരും അങ്ങനെ ഒരു വിടുതലിനായി കൊതിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തതെന്നുള്ള ഉത്തരം ദൈവമക്കൾക്കറിയാം, വചനമറിയാവുന്ന ദൈവമക്കൾക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവൻ പിറവിയിലെ കുരുടനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം വേദശാസ്ത്ര വെളിച്ചത്തിലും അത് പഠിച്ചാൽ അർത്ഥം ഇവൻ കണ്ണില്ലാത്തവനായിട്ട് ജനിച്ചതാണ്. കണ്ണില്ലാത്തവനായി ജനിച്ചവനെ നമ്മുടെ കർത്താവ് കണ്ടപ്പോ അവിടെ മണ്ണ് കുഴയ്ക്കുകയാ. എന്തിനാ? കണ്ണ് പിടിപ്പിക്കാൻ, കണ്ണ് നൽകാൻ. അതിന്റെ അർത്ഥം ഏദനിൽ ആദി മനുഷ്യന്റെ കണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ പ്രക്രിയയിൽ എന്റെ കർത്താവ് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ യേശുവിലെ സൃഷ്ടിതാവ് അവിടെ തലപൊക്കുകയാ. എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തവന് കണ്ണ് മണ്ണുകുഴച്ച് നൽകിയ ഒരു പൂർവ്വ ചരിത്രം കിടക്കുന്നുണ്ട്. അവിടെ യേശു സമർത്ഥിച്ചത് എന്താ? യേശു രക്ഷിതാവ് മാത്രമല്ല, അവൻ സൃഷ്ടിതാവ് കൂടെയാണ്. ഇന്ന പകലിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലതിനെ സൃഷ്ടിക്കുന്നവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അത്ഭുതത്തിന്റെ ഭുജവുമായി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോ ആ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. സഹോദര, ദൈവാത്മാവ് പറയുകയാണ്, ഒരു സിസ്റ്റവും നിന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോ എന്റെ കർത്താവ് നേരിട്ട് നിന്റെ വിഷയം ഏറ്റെടുക്കുന്നു. സഹോദരി, നേരിട്ട് നിന്റെ വിഷയം ഏറ്റെടുക്കുന്നു. അവൻ രക്ഷിതാവ് മാത്രമല്ല, അവൻ സൃഷ്ടിതാവ് കൂടെയാണ്. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം തലകളെ വണക്കുമോ?
അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അന്ധതയുടെ ലക്ഷണങ്ങൾ അടിസ്ഥാനപരമായി വളരെ ഗൗരവമുള്ള ചിന്തകളാണ്. നമ്മുടെ സമയം ഇവിടെ തീരുകയും എല്ലാവരും ഇന്ന് ദൈവം ഇടപെട്ടു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഉള്ളത്തിൽ ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ മാത്രം, പരപ്രേരണ കൊണ്ടല്ല എന്നോട് കർത്താവ് സംസാരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. പോരാ, ഒരല്പനേരം ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, എനിക്ക് കെരീത്തിലും അപ്പം വേണമായിരുന്നു, സരപ്തയിലും അപ്പം വേണമായിരുന്നു, മരുഭൂമിയിലും എനിക്ക് അപ്പം വേണമായിരുന്നു. എന്നാൽ അപ്പം എന്ന എന്റെ ആവശ്യം നിറവേറ്റിയത് 3 മാർഗങ്ങളിലൂടെയാണ്. കെരീത്തിൽ അവൻ കാക്കയെ കൊണ്ട് അപ്പം തന്നെങ്കിൽ, ആമേൻ, സരപ്തയിൽ അവൻ വിധവയെ കൊണ്ട് അപ്പം തന്നു, മരുഭൂമിയിൽ അവൻ ദൂതനെ കൊണ്ട് അപ്പം തന്നു. അങ്ങനെയെങ്കിൽ വിടുതലിന് വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിക്കുന്ന കർത്താവിന്റെ കരചലനം ആത്മമണ്ഡലത്തിൽ അനുഭവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ! ദൈവകൃപ, 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 ദൈവകൃപ. ഈ വചനത്തിന്റെ ശക്തി ബലഹീനരുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാനൊരു ഒരു സാക്ഷ്യം പറയാം. എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ബലമുണ്ടല്ലോ, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ബലം, ആശങ്കയുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഈ സന്ദേശത്തിന് സമയമെടുക്കണമെന്ന് പറഞ്ഞപ്പോ. കാരണം അത്രയ്ക്കും ഞാൻ അസ്വസ്ഥനാണ് പല സന്ദർഭങ്ങളിലും. ചില പകലുകളിൽ ഞാൻ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കാറുണ്ട്. എന്നാൽ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം, ഇന്ന് പകലിൽ ഇത്രയും മിനിറ്റ് ഇവിടെ എന്നെ നിർത്തിയത് ശരീരത്തിൽ വിടുതൽ നൽകുന്ന, ആത്മാവിൽ വിടുതൽ നൽകുന്ന, ആമേൻ, എന്റെ കർത്താവിന്റെ കരം ഇവിടെ ചലിച്ചതുകൊണ്ടാ. അത് അനുഭവിച്ചിട്ട് എഴുന്നേക്കാവൂ. ഇതിനകത്ത് നിന്ന് ആധരങ്ങൾ തുറന്ന്